സോ ഗൈസ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് അമ്മയും മോളുമാണ്. മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് ഒരു ചലഞ്ചാണ്. ഏറ്റവും കൂടുതൽ ചക്ക ആരാണ് കൺസ്യൂം ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ഇന്നത്തെ ചാലഞ്ച് വന്നിട്ടുള്ളത്. സോ നമുക്ക് നോക്കാം. ഇതിനൊരു ടൈം ലിമിറ്റ് ഒന്നുമില്ല. ഏറ്റവും മാക്സിമം നമ്പർ ഓഫ് ഇതിലുള്ളതിൽ ഏറ്റവും മാക്സിമം നമ്പർ ഓഫ് ചക്കകൾ തിന്നുന്ന ആൾക്കാരായിരിക്കും ഇതിലെ വിന്നറിന് ഒരു ഫൺ ടാനിൻ്റെ ഒരു ഡാർക്ക് ചോക്ലേറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം കണ്ടസ്റ്റൻസ് റെഡിയാണോ? അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാം. സ്റ്റാർട്ട്. അധികം ഡൗട്ട്സ് ഒന്നും വേണ്ട, തിന്നാ മതി. ഓക്കെ, കിച്ചുവിന്റെ നമ്പർ അമ്മയുടെ നമ്പർ നിന്നെടുത്തോ. അപ്പൊ കിച്ചുവിന്റെ ഫസ്റ്റ് ചക്ക ആണ് തിന്നുന്നത്. ഓരോ ചക്കയായിട്ട് എടുക്കണം ട്ടാ. കിച്ചുവിന്റെ രണ്ടാമത്തെ ചക്ക ഫിനിഷ് ആയിട്ടുണ്ട്. അമ്മ പോരാന്നാന്ന് പറയുന്നത്. അമ്മേനെ തളർത്താൻ നോക്കാം അമ്മ എത്ര തിന്നുന്ന്. കിച്ചു മൂന്നാമത്തെ ചക്ക ആർത്തിയോട് വലിച്ചു കയറ്റുന്നുണ്ട്. മൂക്കിലൊന്നും ആയി പോവാതെ ശ്രദ്ധിക്കണം കേട്ടോ. അമ്മേന്റെ കമന്ററി പറയുന്ന ആള് ജലദോഷം പിടിച്ചിട്ട് സൗണ്ട്ലെസ് ആണ്. അപ്പൊ അതുകൊണ്ടാണ് സൗണ്ട് കുറവുള്ളത് കേട്ടോ. അപ്പൊ കിച്ചുവിന് നാലാമത്തെ ചക്കയാണ്. അത് കൂട്ടൂല, ഫുൾ ചക്ക തിന്നണം, നാലേ കൂട്ടൂലോ. അതിന്റെ ചിമ്മിണിയെല്ലാം കളയാം, ഫുള്ള് തിന്നണമെന്നേ ഉള്ളൂ. എന്തായാലും ഓക്കെ. കിച്ചു അഞ്ചാമത്തെ ചക്കയാണ് ഇപ്പൊ തിന്നാൻ പോകുന്നത്. കിച്ചു അതിന്റെ നിങ്ങള് ചെറുതെടുക്ക്. അപ്പൊ കിച്ചുവിന്റെ എത്രാമത്തെയാ? കിച്ചുവിന്റെ 5.5 ചക്കയായി. അത് അരേ കൂട്ടു, ഒരു ചക്ക എടുക്കണം. കിച്ചുവിന്റെ 5ാമത്തെ ചക്ക സ്റ്റാർട്ടായി. അമ്മയും 5ാമത്തെയാണ്. രണ്ടാളും ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലാണ്. കിച്ചുവിന് ചക്ക ചൊളയതാ കുരുവിന്റെ തൊലിയതാന്ന്. കിച്ചു 5ാമത്തത് ഇപ്പോഴും തിന്നോണ്ടിരിക്കാണ്. കിച്ചു കുരു വീഴുന്നുണ്ട് എന്നാ തോന്നുന്നത്. അപ്പൊ കിച്ചുവിന്റെ 5ാമത്തെ ചക്ക ഫിനിഷ് ആയിട്ടുണ്ട്. കുഞ്ഞു ചക്കയാന്ന്. കിച്ചുവിന്റെ 6ാമത്തെ ചക്കയാണ്. കിച്ചു 6ാമത്തെ ചക്ക വേഗം തിന്ന്. കിച്ചു തോപ്പിക്കോ? ഒരു ചുള ചക്ക ബാക്കി വെക്കണം എനിക്ക് ടേസ്റ്റ് ചെയ്യാൻ. കിച്ചു 6ൽ പുളകിതയായി നിൽക്കുന്നു. കിച്ചു എക്സോസ്റ്റഡ് ആവുന്നുണ്ട് തോന്നുന്നു. കുരു തിന്നുന്നുണ്ടോന്ന് സംശയമുണ്ട്. കിച്ചുവിന്റെ കുരു അമ്മ 9 എണ്ണം തിന്നിട്ടുണ്ട്. കിച്ചു എത്രാമത്തെയാണ്? ഇത് 7ാമത്തെ ചക്കയാണ്. കിച്ചു 9 കഴിഞ്ഞാല് അല്ല, കിച്ചു 10 എണ്ണം തിന്നാൻ നോക്കട്ടെ. കിച്ചുവിന് തിന്നാൻ പറ്റുമോ? ഓക്കെ, കിച്ചു എത്ര എണ്ണം തിന്നു? കിച്ചുവിന്റെ 7ാമത്തെയാണ് കിച്ചു ഇപ്പൊ കയ്യിലെടുത്തിട്ടുള്ളത്. വേത്തുന്ന് ആയിട്ടാ. ഇപ്പൊ ഒന്നും കൂടി തിന്നണ്ട, കിച്ചു ജയിക്കോ നോക്കാം. നമ്മള് കിച്ചുവിന്റെ ഇങ്ങനെയാണ് തിന്നുന്നത്. കിച്ചു 3 കുരു ഉള്ളത്. കിച്ചുവിന് അങ്ങനെ 8 കുരുണ്ട്. ആയിട്ടില്ല. നിങ്ങൾക്ക് എവിടെ കുരു? അമ്മ 10 എണ്ണം ഫിനിഷ് ആക്കി. എന്റെ കിച്ചു നീ എന്നെ തോപ്പിക്കുവാ. വേഗം തിന്നൊന്ന്. കിച്ചു 8ാമത്തെ ചക്കയല്ലേ ഇത്? അത്ര പറ്റുമോ? ഞാൻ 10ആയി.
ജയിച്ചു ഞാൻ ടൈമർ ഇത്ര സമയത്തിനുള്ളിൽ ഞാൻ ഇത്ര തിന്നു. ടൈമറില്ല ഗെയിമില്. നിങ്ങൾ 10 ഇത് എത്രാമത്തെ? ആ പാക്കറ്റ് കാണിച്ചാൽ മതി. അല്ല നേരത്തെ 7 8 8 ആ അതിന് ഒരു ചക്ക മൊത്തം എടുത്താലേ 9 ആവും. അതിനടുക്ക് നമ്മൾ ഈ ഒരു ചോക്ലേറ്റിന്റെ ഒരു വലിയ ചക്ക എടുക്ക്. അന്ന് ചക്ക ഈ ചോക്ലേറ്റ് ഇനി ഒരു പകുതി നിന്നാട് 9 ആവും കേട്ടാ. അങ്ങനെയൊന്നും തിന്നാനില്ല. ഈ ചോക്ലേറ്റ് ഉണ്ടാ നല്ല സൂപ്പർ ടേസ്റ്റി ചോക്ലേറ്റ് ആണ് കേട്ടോ. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്, പക്ഷെ ഫുള്ളി ഡാർക്കാന്ന് പറയാൻ പറ്റില്ല എന്ന് തോന്നുന്നു. 50% ഷുഗർ തന്നെയാണ് ഇതില്. പക്ഷെ എന്നാലും നമ്മള് ഡയറി മിൽക്ക് ഒക്കെ വാങ്ങുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് തോന്നുന്നു. കയ്പുണ്ട് പക്ഷേ കിച്ചു 9ാമത്തത് ആയിട്ടില്ല കേട്ടാ. പകുതി തിന്നാലേ 9 ആവും. പീരിയഡ്സ് ടൈമിലെല്ലാം മതി അങ്ങ് നിർത്തിക്കോ. വേദന കുറക്കാൻ സഹായിക്കും ഈ ചോക്ലേറ്റ്. പീരിയഡ്സ് ക്രേവിങ്സ് ഒക്കെ വരുമ്പോഴത്തേനും ഇതിനേക്കാളും ഡാർക്ക് ചോക്ലേറ്റ് ആണ് നല്ലത്. പക്ഷെ എന്നാലും ഡാർക്ക് ചോക്ലേറ്റ് തിന്നാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഫൺ ടാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡാർക്ക് ചോക്ലേറ്റ് ക്യാംകോ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിന് 60 രൂപയാണ് MRP വരുന്നത്. ഡിസ്കൗണ്ട് ചില സമയത്ത് 50 റേഞ്ചിലാണ് ചില സമയത്ത് വരാം. കാണുമ്പോൾ നല്ല വിലയുണ്ടല്ലേ. കിച്ചുവിന്റെ 9 കഴിഞ്ഞോ? 10 തുടങ്ങി. കിച്ചു ചെറിയ പീസ് എടുത്ത് വെച്ചു. നമ്മളൊന്നും പറയില്ല, നിനക്ക് ഡിസ്കൗണ്ട് ഉണ്ട്. അങ്ങനെ ജയിക്കണ്ട എനക്ക്. ഞാൻ ഇത്ര സമയം വെയിറ്റ് ചെയ്തു നിനക്ക് വേണ്ടി. സമയമില്ല ഇതില്. ഇനി ഒരു ചക്ക ആര് തിന്നു അവര് ജയിക്കും. നിനക്ക് വേണ്ട ഇനി ചക്ക. കിച്ചു ജയിച്ചോ. കിച്ചു മതി. കിച്ചു എനക്കെന്നെ വയറും തോന്നുന്നു. ചെറിയ പീസ് എടുത്ത് തിന്നോ. ചെറിയ പീസ് തിന്നോ. ഇത് കഴിഞ്ഞോട് മാത്രം പോവാ. 11ാമത്തെ കഷ്ണം ബാത്റൂമിലേക്ക് പോകുന്നുണ്ട് കിച്ചു. നോക്കട്ടെ. അപ്പൊ ചക്ക തിന്ന ആള് വെള്ളം കൂടി ബാത്റൂം പോക്കെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ചക്ക തിന്ന ആൾക്ക് നമുക്ക് ഫൺടാനിന്റെ മുട്ടായി ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാം. ഓക്കെ ഗൈസ്. അപ്പോ ബാത്റൂമിൽ പോലും വെള്ളം കുടിയൊക്കെ കഴിഞ്ഞിട്ട് ചക്ക തീറ്റ മത്സരത്തിന്റെ വിന്നർ വന്നിട്ടുണ്ട്. നമുക്കപ്പോ കുട്ടിക്ക് ഫൺടാനിന്റെ ഒരു ചോക്ലേറ്റ് കൊടുക്കാം. യുവർ കൺഗ്രാറ്റുലേഷൻസ്. യു ആർ ദ വിന്നർ ഓഫ് ദി എറ.